വലിയാണെങ്കിൽ ഒരുപാട് പഞ്ച് ചെയ്യുന്നുണ്ട്, അണിയാണെങ്കിൽ വളരെ കുറവും, ഒന്നാണെങ്കിലും അടിപൊളിയാ. സംശയട്ടോ? ഇതാ നോക്ക്, ഞാൻ നിങ്ങളുടെ പഞ്ചിങ് ബാഗ് അല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് ചീറ്റിംഗ് ആണ്. ബോക്സിംഗിൽ ആരും കാല് പൊക്കി ചവിട്ടാറേ ഇല്ല. പൊന്നണിയാ, ഇതൊരു പുതിയ ബോക്സിംഗിന്റെ തുടക്ക. യുനോ കിക്കിന്റെ ഫേവറേറ്റ്. നിങ്ങൾ തമ്മിൽ എന്ത് സ്നേഹമാണ്. അല്ലല്ലോ മേഡം, ഹണിയും ബണിയും കുറച്ചു നേരം മുമ്പേ ജോർദാറിനെ മിണ്ടല്ലേ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തോരൻ വെക്കും. തോരൻ ജോർദാറിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ നാണിച്ചിരിക്കുക. പക്ഷേ നീ സോർദാറിനെ പഞ്ചിങ് ബാഗ് ഗിഫ്റ്റ് കൊടുക്കും. മേഡം വാങ്ങിച്ചോണ്ട് വരുമല്ലോ പഞ്ചിങ് ബാഗ്. തീർച്ചയായും എല്ലാവരും കേട്ടോളൂ, ഞാൻ ഓഫീസിലേക്ക് പോവാ. ആരും പുറത്തേക്ക് പോവരുത്. പുറത്തൊക്കെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ വീടിനടുത്ത് തന്നെ ഫൺ ഫെയർ നടക്കല്ലേ. ഓക്കെ, ബൈ. നമുക്ക് പോയേ തീരൂ. ബ്രോ അടിപൊളി, നല്ല രസമായിരിക്കും. അത് പറ്റില്ല, മേഡം പുറത്ത് കാല് കുത്തരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോർദാർ പറയുന്നത് ശരിയാണ്, എനിക്ക് വാഹനങ്ങൾ കണ്ടാ പേടിയാ. എന്റെ പൊന്നണിയാ, വാഹനം റോഡിലല്ലേ പോകുന്നേ, നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുന്നില്ലല്ലോ. പറഞ്ഞ ശരിയാ. ഫൺ ഫെയർ നടക്കുന്നത് ഇപ്പുറത്തെ ഗ്രൗണ്ടിൽ തന്നെയാണ്. ഇല്ല, ഇത് തെറ്റാണ്. ശരിയാണ്, തെറ്റാണ്, ശരിയാണ്, തെറ്റാണ്. തെറ്റാണ്. എന്നാ പറ ശരി ഏതാണ്, എന്നാ ശരി ഏതാ തെറ്റാതാണെന്ന് പറയോ വലിയേട്ടാ. എന്റെ പൊന്നണിയാ, ഫൺ ഫെയറിന് പോകുന്നതന്നെ തെറ്റാ. സോർദാർ അവന്റെ ജോലി ചെയ്യുകയാണ്. അവന്റെ വാക്ക് നമ്മൾ കേട്ടേ മതിയാവും. സംശയമുണ്ടോ? താങ്ക് യു മൈ ഡിയർ പോപ്പ. വെൽക്കം. എടാ, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം. നിങ്ങൾ രണ്ടുപേരും കിക്ക് ബോക്സിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ചെയ്യ്. ഞാൻ റെഫറി ആയിട്ട് നിൽക്കും. ഓക്കെ? Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ശരി ശരി ശരി, ഞാൻ സമ്മതിച്ചു. എന്നാൽ നമ്മൾ 2 മണിക്കൂറിൽ തിരിച്ചെത്തിയിരിക്കണം. അങ്കിൾ, എനിക്കൊരു ക്യാൻഡി തരൂ പ്ലീസ്. രണ്ട് ടിക്കറ്റ്. കാശെടുക്ക. ഹലോ, ആദ്യം നീ പൈസ ഇങ്ങോട്ട് എടുക്ക. എനിക്ക് അതാണ് വേണ്ടത്. ഓഹോ, ഇവിടെ എല്ലാത്തിനും കാശ് ചോദിക്കുകയാണ്. വരൂ വരൂ, ഫ്രീ ആയിട്ട് തന്നെ വരൂ, ഫ്രീ ആയിട്ട് കളിക്കൂ. ജയിച്ചാൽ ക്യാഷുമായിട്ട് പോയിക്കോളൂ. വരൂ വരൂ, കളിക്കൂ. ഇത് സംഭവം കൊള്ളാലോ. നിങ്ങൾ സൗജന്യമായിട്ട് കളിപ്പിക്കുമെന്നോ, പിന്നെ ജയിച്ച ക്യാഷും തരുമെന്നോ. അടിച്ചു പൊളിച്ചു തകർത്തു. എല്ലാവരും വന്നോളൂ, വരൂ. ഒരുപക്ഷെ ഞങ്ങൾ തോറ്റു പോവാണെങ്കിൽ? എന്റെ പൊന്ന് തത്തേ, നിങ്ങൾ എത്ര പൈസക്ക് തോക്കുന്നോ അതിന് ജോലി ചെയ്താൽ മതി. വേണ്ട ചേട്ടാ, വേണ്ട, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഇത് കളിക്കാൻ ഇഷ്ടമല്ല. അല്ലല്ല ബ്രോ, നമുക്ക് കളിക്കാം. ടാർഗറ്റ് ഷൂട്ടിങ്ങില് ഞാൻ പുലിയാ. എന്നാ കൊച്ചളിയാ, നീ തന്നെ ആദ്യം പോയി കളിക്ക്, കാരണം ഞങ്ങൾക്ക് തോക്കാൻ ഇഷ്ടമല്ല. വേണ്ട വേണ്ട, ഈ കളിയിൽ നീ തോൽക്കും ചേട്ടാ. ഞങ്ങൾക്ക് ഈ കളി വേണ്ട. പൊന്നു ബ്രോ, ഞാൻ പറയുന്നത് കേക്ക്. ഒരുപാട് കാശ് കിട്ടിയാ ഇന്ന് മുഴുവൻ ഫൺ ഫെയറിൽ അടിച്ചു പൊളിക്കാം. എല്ലാവർക്കും സന്തോഷിക്കാം. പറഞ്ഞോ, ടാർഗറ്റ് ഏതാണ്? ഇത് തന്നെയാണ്. എടാ പൂച്ചേ, എനിക്കെന്താ കണ്ണുണ്ടൂടെ? ഞാൻ ആദ്യം ഒന്ന് റെഡി ആയിക്കോട്ടെ. ശരി, വേഗം റെഡി ആയിക്കോ. നീ ഡെവിളിന്റെ പിറകെ, നിന്റെ പിറകെ ഡെവിൾ. ടു മച്ച് ഫൺ. മതി, ഒരുപാടായി. 100 രൂപ ഇപ്പൊ തന്നെ കഴിഞ്ഞു. പൈസ ഇങ്ങോട്ട് എടുക്ക. എന്ത് ജോലിയാ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യാനായിട്ടുള്ള ജോലി എന്താണുള്ളത്?
എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി ചേട്ടാ. അവസാനം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. എടാ മോനെ, അവൻ കടം വീട്ടിട്ട് പോകുന്നത് കണ്ടോ? ഇനി അവന്റെ സ്ഥാനത്ത് നീയാണ് ടാർഗറ്റ്. ടക്ക് ചിക്ക് ടക്ക് ചിക്ക് ടക്ക് സാർ ചിക്ക് ടക്ക് ഹണിയും ചിക്ക് ബണിയും ടാ. ഒരുമിച്ച് ടാർഗറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിലേ സാറിന്റെ കടം പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ. ആ കൂട്ടുകാർ ഒരിക്കലും വേർപിരിയാൻ പാടില്ല. വരൂ വരൂ. റെഡി ആക്ഷൻ. എടാ ഒന്ന് പെട്ടെന്ന് മാറ്. എന്റെ അമ്മച്ചി. നിങ്ങളെന്താ ഹോളി കളിക്കുകയാണോ? ഈ കളിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യേണ്ടത്. തരാൻ തരാം. ഇതാ ഇതാ ഇതാ. നാണം കെട്ടവന്മാര് ഉണ്ടപ്പൊരി കഴിക്കുന്നത് പോലെ യവന്മാർ കളർ ബോൾ കഴിക്കുന്നത്. നാണക്കേട്. യവന്മാരെ കൊണ്ട് നാണക്കേടാ. സോറിയോ? എടാ കള്ള പൂച്ചകളെ, നിങ്ങൾ കാരണം എനിക്ക് 300 രൂപയാ പോയത്. ചേട്ടാ ഒരു കാര്യം ചെയ്യേ, ഒരു ഗെയിം നമ്മുടെ ജോർദാനെ കളിപ്പിക്കേ. പൈസ പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന്. ഓ, വേണ്ട വേണ്ട സാർ, ഇവന്മാര് പറയുന്നൊന്നും കേൾക്കരുത്. ഞാൻ സൈസിൽ കുറച്ച് വലുതാ, അതുകൊണ്ട് എന്നെ അപ്പുറത്തെ കടയിൽ നിന്ന് തന്നെ എറിഞ്ഞു വീഴ്ത്താന്നേ ഉള്ളൂ. അതിനെ കുറിച്ച് നീ പേടിക്കണ്ട. നിനക്ക് വേറൊരു ഗെയിമുണ്ട്. വാച്ചിക്കണേ. ഓ അതെ, ജയിച്ചത് ഞാൻ തന്നെയല്ലേ. പിന്നെ എന്തിനാ ഈ കുട്ടികൾ സന്തോഷിക്കുന്നത്? ഏയ്, കാഴ്ചയിൽ നീ പട്ടിയാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിൽ നീ കഴുതയാ, കഴുത. ഇവിടെ എന്താടാ നിന്റെ വിവാഹം നടക്കുകയാണോ? മാല വാങ്ങിയതുപോലെ എല്ലാ റിങ്സും നീ കഴുത്തിൽ വാങ്ങിയല്ലോ. ആ റിങ്സ് ഒക്കെ കഴുത്തിൽ വീഴാതെ നോക്കണമായിരുന്നു. കഴുതേ കണ്ടോ, കൺഫേം ആയല്ലോ കാര്യം. ഇവൻ കഴുതപ്പട്ടിയാ. ഇത് ചീറ്റിംഗ് ആണ് സാർ, ചീറ്റിംഗാ. ഇത് നേരത്തെ പറയണായിരുന്നു. ആദ്യം 500 രൂപയ്ക്ക് ജോലി ചെയ്യടാ. ഇതൊക്കെ മറ്റുള്ളവരെ വടിയാക്കുന്ന ഒരുമാതിരി പറ്റിപ്പ് പണിയാ. നീ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്നാ അടുത്ത ടാർഗറ്റ് നീ ആയിക്കോട്ടെ. വാ. ഞാനോ? ഓയ്. ഹോ. ഓയ്, ആ പന്തൊക്കെ എറിയുമ്പം ഒന്ന് സൂക്ഷിച്ചൊക്കെ എറിയണം. പിള്ളേരെ കാണുന്ന പ്രോഗ്രാമാ, വയലൻസ് ഒന്നും വേണ്ട കേട്ടാ. ഏയ്, പതുക്കെ. മക്കളെ. ഔ. ഹുയ്. ഓ, ഡേയ്, ഒന്ന് പതുക്കെ. ഞാനൊന്ന് പറഞ്ഞോളൂ. 200 രൂപ കിട്ടിയിരിക്കുക. കിടന്നിലക്കാതെ കോൺസെൻട്രേറ്റ് ചെയ്യേ. ചള്ളവാ തുറന്നതല്ലടേ, വേദന കൊണ്ട് അറിയാതെ വിളിച്ചു പോയതാടേ. ശരീരത്തിൽ ബോൾ വന്ന് കൊല്ലുമ്പോഴേ ഏത് പൊന്നു മോനാണെങ്കിലും വിളിച്ചു പോകും. വരൂ. ഒരിക്കലും വേദന അറിയാത്തവനാണ് ഞാൻ. സംശയമുണ്ടോ? അളിയാ, തത്തയ്ക്ക് പറ്റിയ പണി തന്നെയാ. ഓണർ കൊച്ചളിയ സാധാരണ തലക്കടി കൊണ്ട് എല്ലാരും പൊന്നീച്ചയാ കാണാറ്. പക്ഷെ ഇവന്റെ കണ്ണിൽ ഓണറിനെ കാണുന്നത്. ഓണറിനെ. നിങ്ങൾക്ക് എന്താ കണ്ണുണ്ടൂടെ? നോക്കടാ, ഓണറാ വരുന്നത്. അങ്ങോട്ട് നോക്ക്. ഹണി ബണി. ആരാ ഹണിമണി? ആരാ? ഞാൻ ടോമി, ഇവൻ ബ്രൂണോയാ. പക്ഷെ ഈ പേര് ഡോഗ്സിനല്ലേ സാധാരണ ഇടാറ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യർക്കും പട്ടിയുടെ പേരൊക്കെ ഇടാറുണ്ടല്ലോ. കൊച്ചളിയ എന്തായാലും 2 കൈ കൊണ്ട് ബോൾ എറിയുന്നുണ്ട്. 2 സൈഡിൽ നിന്നും ബോൾ എറിയുന്നുണ്ട്. ബോഡിയുടെ ഷേപ്പ് എന്തായാലും മാറില്ല.
സാർ നിർത്തണം സാർ നിർത്തണം. ഞാൻ അറിയാതെ ഒന്ന് കേറിപ്പോയതാണ്. ആരാടാ അത്? എന്റെ ഏരിയക്കകത്ത് മറ്റൊരു പക്ഷിയോ? അവനെ ഞാൻ വെറുതെ വിടില്ല. ഉയ്യ. ജാക്ക്പോട്ട്. കാശെടുക്ക്. ഇതാ ബൈ. എടാ നീയൊക്കെ വേറെ വേറെ രൂപത്തിലാണെങ്കിലും സത്യത്തിൽ കഴുതകളാ. ഇനി എന്റെ കടയിടത്തേക്ക് കണ്ടുപോകരുത്. പൊക്കോ ഇവിടുന്ന്. പോകാൻ. ഫൺഫെയറിന് പോയിന്ന്. ടൂ മച്ച് ഫൺ. ഇപ്പൊ എല്ലാവർക്കും മതിയായല്ലോ. എന്താ എല്ലാവരും ക്ഷീണിച്ചു കിടക്കുന്നത്? ഏറെ കടുപ്പായിരുന്നു അതുകൊണ്ട്. സമയം പോകുന്നില്ല സമയം. അത് കാരണം ഞങ്ങളുടെ വിഷമം ആർക്കും മനസ്സിലാവുന്നില്ല. ഓ മൈ പുവർ ബേബീസ്. നാളെ ഞാൻ നിങ്ങൾ എല്ലാവരെയും ഫൺ ഫെയറിലേക്ക് കൊണ്ടുപോകാം. വേണ്ട.